ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് ചക്ക. ചക്കയില്ലാതെ ഒരു കളിയില്ല. ചക്ക നമ്മൾ പുറത്ത് പോയി നിന്നാൽ നമ്മുടെ കയ്യിൽ തന്നെ വീണ് കിട്ടത്തില്ല. നമ്മളൊന്നെങ്കിൽ ചക്ക പോയി പറിക്കണം പ്ലാവിൽ നിന്ന്, അല്ലെങ്കിൽ പോയി വാങ്ങിക്കണം. ഞങ്ങളുടെ വീട്ടിൽ തന്നെ പറിച്ച ചക്കയാണ് എടുത്തത്. ചക്കയുടെ പുറത്തെ മുള്ളു പോലത്തെ അത് കളഞ്ഞ്, പിന്നെ ചകിടി കളഞ്ഞിട്ട്, പിന്നെ നമുക്ക് ഈ കുഞ്ഞുകൊണ്ട് തോരനൊക്കെ വെക്കാമെന്നാണ് ഞങ്ങൾ വെക്കുന്നില്ല. പിന്നെ കുരുവെല്ലാം മാറ്റി വെച്ച്, ചോളയും മാറ്റി വെച്ച്, പാടയും എല്ലാം കൂടെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് വെക്കുകയാണ്. നമുക്ക് പാട നമുക്ക് വറക്കാം, പിന്നെ ചക്ക കൊണ്ട് പുഴുക്കുണ്ടാക്കാം, പിന്നെ ചക്കക്കുരു കൊണ്ട് തോരൻ വെക്കാം, പിന്നെ കറി ഉണ്ടാക്കാം. പിന്നെ ചക്ക ഇതുപോലെ കുനൂനാന്ന് അരിയുക, നല്ല നൈസായിട്ട് വേണം. അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിലേക്ക് തേങ്ങ ഇടുക, കാന്താരി മുളക് ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുക. ഈ അരപ്പ് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചക്കയ്ക്കകത്തിട്ട് അടി തീർത്ത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കുക. എന്നിട്ട് നമ്മൾ അടച്ചിട്ട്, പിന്നെ ഇതിനകത്ത് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് അടച്ച് വേവിക്കാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സി ഒന്നെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചതച്ചാലും മതി. തേങ്ങ, കറിവേപ്പില, പിന്നെ ഉള്ളി, എന്നിട്ട് ഇതെല്ലാം കൂടെ അരയ്ക്കുക അല്ലെങ്കിൽ ചതയ്ക്കുക ചെയ്തിട്ട് നമ്മുടെ ചക്കയിലേക്ക് അങ്ങ് ചേർക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടി തീർത്ത് ഇതുപോലെ അങ്ങ് ഇളക്കുക. ഇളക്കി കഴിഞ്ഞാൽ നമുക്കിനി കഴിക്കാൻ റെഡി. ഫസ്റ്റ് നമ്മൾ അരച്ച് ചേർത്ത മസാലയും നമുക്ക് ചതച്ചാണേലും ചേർത്താൽ മതി. ഞങ്ങൾ മിക്സിയിലിട്ട് ഒരടി അടിക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ ചക്ക എടുത്തിട്ട് പുറത്തോട്ട് വന്നിട്ട് അങ്ങ് എടുത്ത് കഴിക്കണം. എൻ്റെ പൊന്നോ, എന്നാ ടേസ്റ്റാണോ. ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ സിമ്പിൾ ചക്കപ്പുഴുക്ക് റെഡിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.